ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ആന്റോണിയൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ലിയ, കഴിഞ്ഞ ആഴ്ചയിലെ പ്രോഗ്രാം വ്യത്യസ്തമായിരുന്നു അല്ലേ? പത്താം ക്ലാസ്സിലെ കുട്ടികൾ നടത്തിയ പരിപാടികൾ എന്തൊക്കെയായിരുന്നു? എൻട്രൻസ് പ്രൊസഷൻ, വായന, സ്കിറ്റ്, കാഴ്ചപ്പേര് എന്തൊക്കെയായിരുന്നു? എല്ലാം വളരെ വളരെ മനോഹരമായിരുന്നു. അതെ, നിനക്കറിയാമോ എന്തായിരുന്നു അന്നത്തെ പ്രത്യേകതയെന്ന്? ഞാനെങ്ങനെ മറക്കാനാ? മിസ്റ്റർ ജോൺ മരിയ വിയായോടെ ചെയ്യുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മിസ്റ്ററും കൂടിയാണ്. അന്നാണല്ലോ വൈദിക ദിനം നമ്മൾ ആഘോഷിക്കുന്നത്. രണ്ടാഘോഷങ്ങളും പൊടി പൊടിക്കാൻ വന്നതോ സൂപ്പർ അച്ഛൻ. ദിനബലിക്ക് നേതൃത്വം നൽകിയതോ കോട്ടപ്പുറം മതഭവന ഡയറക്ടർ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സിജോ അച്ഛനാണ്. അതാണ് അതിന് വിശേഷം. നമ്മുടെ ഒരു ഭാഗ്യേ. ദൈവം സ്നേഹമാണ്. ആ സ്നേഹം നമുക്ക് കിട്ടുന്നത് വൈദികയിലൂടെയാണ്. വൈദികരെ തിരഞ്ഞെടുക്കുന്നതോ ദൈവമാണെന്ന് കേട്ടപ്പോൾ ഞാൻ ആകെ കോരി തരിച്ചു. വൈദികരെ തിരഞ്ഞെടുക്കുന്നത് അവിടെ യോഗ്യരല്ല, പരിശുദ്ധാത്മാവിന്റെ വിശദീകരണത്താലാണ് അവർ യോഗ്യതയുള്ളവരാകുന്നത്. എനിക്കത് കേട്ടപ്പോൾ ഒരു സന്യാസിയാകാൻ ഒരു ആഗ്രഹം. ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നല്ലേ അച്ഛൻ പറഞ്ഞത്? അപ്പൊ എന്റെ കൂടെ ദൈവം ഉണ്ടാകില്ലേ? പിന്നെ അച്ഛനൊരു കാര്യം ആവശ്യപ്പെട്ടില്ലേ? വൈദികർക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കണമെന്ന്. ഞാനൊരു കാര്യം തീരുമാനിച്ചു. വൈദികർക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കും. നിങ്ങളോ? ഇല്ലില്ല, സമ്മാനങ്ങളും പൊന്നാണയും എൻഡോമെന്റും എല്ലാം നൽകി അവരെ ശരിക്കും ഞെട്ടിച്ചു. അതിനു കൂടെ നമുക്ക് സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. വളരെ ഹൃദയസ്പർശിയായിരുന്നു. ഏറ്റവും വലിയ സന്തോഷം ശ്രീജാച്ചൻ എല്ലാ ക്ലാസ്സിലും വന്നതാണ്. കുട്ടികളുമായി സംവാദം നടത്തുകയും ചെയ്തു. നമ്മൾ കുട്ടികളോ അച്ഛന് നമ്മൾ തന്നെ ഉണ്ടാക്കിയ കാർഡുകൾ സ്നേഹ സമ്മാനമായി നൽകി. അതിനൊപ്പം നമ്മൾ ഇടവക വൈദികരെയും കാർഡ് നൽകി വിഷയം മറന്നില്ലാട്ടോ. അതിനൊപ്പം ജോഷിയത്തിന്റെ അമ്മച്ചി ആദരിക്കാനും മറന്നില്ലാട്ടോ. ആഘോഷം കഴിഞ്ഞില്ല. മതഭവനത്തിന്റെ പേരിൽ ജൂബിലി ഹോം, ഗ്രേസ് പില്ല കോൺവെന്റ്, വികാസ് എന്നിവിടങ്ങളിലും സന്ദർശിക്കുകയും ചെയ്തു. കാരിക്കാശ്ശേരി പിതാവിനെയും മറ്റു വൈദികരെയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു. അടുത്തയാഴ്ചയിലെ വായനയെപ്പറ്റി നമ്മൾ പറഞ്ഞില്ലല്ലോ. സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ 6-ാം അധ്യായം 41 മുതൽ 51 വരെ. ഈ സുവിശേഷത്തിലെ സന്ദേശം എന്താണ്? ഈ സുവിശേഷത്തെ കുറിച്ചറിയാൻ ലേക്ക് സന്തോഷമാണല്ലോ. അതാണ് നമ്മുടെ ഊർജം. വടക്കൻ പറവൂർ ഡോൺ ബോസ്കോ ദേവാലയം, കുളിയത്ത് പള്ളി മാർത്തോമ പാരമ്പര്യത്തോട് ചേർന്ന് പോകുന്നതും യാക്കൂബയ സുറിയാനി വിഭാഗത്തിന്റെ അടിത്തറ ഉള്ളതുമായ പലവിധ രാഷ്ട്രീയ സാമൂഹിക പാരമ്പര്യങ്ങളും ഒത്തുചേർന്ന സാംസ്കാരിക ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദേവാലയമാണ് വടക്കൻ പറവൂർ ഡോൺ ബോസ്കോ ദേവാലയം. ഇതിനെ പഴമക്കാർ കുളിയത്ത് പള്ളിയെന്നും ഇപ്പോൾ തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രമെന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ പല ലത്തീൻ രൂപതകളിൽ നിന്നും ജോലി സംബന്ധമായി വന്ന് താമസിക്കുന്നവരാണ് മിക്ക ഇടവകക്കാരും. കോട്ടപ്പുറം രൂപതയുടെ കീഴിലുള്ള ഈ ദേവാലയത്തിലെ വിശ്വാസികൾ കേരളത്തിലെ എല്ലാ രൂപതകളുടെയും ഒരു സംഗമ ഇടവകയാണ്. ചരിത്രത്തിലെ യഹൂദ പാരമ്പര്യത്തിന്റെ ശോഭ ഇവിടെ കെടാതെ വിളക്കായി കത്തിക്കൊണ്ടിരിക്കുന്നു. ചേരന്മാരുടെ നെടുന്തള്ളി സ്വരൂപത്തിന്റെ അടിസ്ഥാനമായിരുന്നു വടക്കൻ പറവൂർ ചേന്നമംഗലം പ്രദേശങ്ങൾ. കുന്നുമുതൽ പടിഞ്ഞാറ് കടൽ തീരം വരെ പരന്നുകിടക്കുന്ന നാടായതുകൊണ്ടാണ് പറവൂർ എന്ന് പേര് ലഭിച്ചത്. വെള്ളപ്പൊക്കത്തിനു മുൻപ് കൊടുങ്ങല്ലൂരിന്റെ പ്രതാപകാലത്ത് നസ്രാണികളും ജൂതന്മാരും അറബികളും കൊടുങ്ങല്ലൂരിൽ താവളമടിച്ചു വ്യാപാരം നടത്തിയിരുന്നു. തിരുവിതാംകൂറിന്റെ അറ്റമാണ് പറവൂർ. കൊച്ചി രാജാവ് പറവൂരിനെ തിരുവിതാംകൂർ രാജാവിന് ദാനം കൊടുത്തതാണ്. ചരിത്രത്തിൽ പറവൂർ ഒരു ചരിത്ര പട്ടണമാണ്. പറവൂരിലുള്ള കോട്ടേക്കാവ് പള്ളി മാർത്തോമാ ശ്ലീഹായാൽ പണിയപ്പെട്ട 7 പള്ളികളിൽ ഒന്നാണ്. സഭാ ചരിത്ര നാഴികക്കല്ലുകൾ പതിച്ച പ്രസിദ്ധമായ പുരാതന തോമ പാരമ്പര്യം പരിപാലിച്ചു പോരുന്ന സഭാ ചരിത്ര ദേവാലയമാണിത്. ഗാർസിയ റോസ് മെത്രാപ്പോലിത്തയെ അച്ഛൻ കഥ പറയുന്നത് പോലെ പറയുമ്പോൾ കേൾക്കാൻ എന്ത് രസം. ഈ ആഴ്ചയിലെ സുവിശേഷം ദൈവത്തിലേക്കുള്ള വഴി ക്രിസ്തുവാകുന്ന ജീവന്റെ അപ്പം. ഓരോ വിശുദ്ധ കുർബാനയും ദൈവത്തിന് സാക്ഷികളാകാനുള്ള വിളിയാണ്. അപ്പൊ കൂട്ടുകാരെ, വീണ്ടും കാണാം അടുത്ത ആഴ്ച ആന്റോണിയൻ അപ്ഡേറ്റ്സിൽ. കാണണം. അതുവരെ